ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞാനാണ്. നിങ്ങൾ എലീനെ എക്സ്പെക്ട് ചെയ്യും, പക്ഷെ നടക്കില്ല. കാരണം ഇത് എൻ്റെ കുട്ടികളാണ്, എൻ്റെ നാട്ടിൽ നിന്ന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടുവന്നാണ് അല്ലേ. എന്നാ കൈയടിക്ക്. ചേച്ചി ഇവര് കാസർഗോഡ് പരപ്പാന്നുള്ള സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അപ്പം സാധാരണ ഈ കാസർഗോഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സമയത്തൊക്കെ തെയ്യം തുടങ്ങലായി. അതെ. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ബഹളാണ് നമ്മുടെ ക്ലബില്, നമ്മുടെ ഉത്സവത്തിന് ഇല്ലേ. ഞങ്ങൾക്ക് പിന്നെ പാട്ടും ഡാൻസും ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഒറ്റ പരിപാടിയില്ല. അല്ല, ഇവരുടെ ഗ്രൂപ്പിന്റെ പേരെന്താ, ഈ ടീമിന്റെ പേര്? വെസ്റ്റേൺ ഡാൻസ് വേർഡ് പരപ്പ. ഓ നൈസ്, കിടിലായിരുന്നു. നിങ്ങൾ ഇത്രയും പേരേ ഉള്ള മെമ്പേഴ്സ് അതോ ഒരുപാട് പേരുണ്ടോ? കുറേ പേരുണ്ട്. ആണോ? എത്ര പേരുണ്ടാവും ഏകദേശം? 48 ആണ്. നിങ്ങൾ എന്തിനാ സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെയൊക്കെ പോവാറുണ്ടോ? ആണ്. ഇപ്പൊ കളിച്ച പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അപ്പം ഇത്രയും വലിയ പെൺപടനെ നയിക്കാനായിട്ട് 2 ആമ്പിള്ളേര് കൂടെ അവിടെ ഇരിപ്പുണ്ട്. നമ്മളെ നാട്ടുകാട്ടന്മാർ തന്നെയല്ലേ. എന്തെങ്കിലും പറ, എന്തെല്ലാം ഉണ്ട് നാട്ടിലെ വിശേഷം? ഞാൻ വന്നിട്ട് 2 ദിവസമായി. കാസർഗോഡ് ഭാഷയിലൊക്കെ സംസാരിച്ചോ? അപ്പൊ ഞങ്ങൾക്കും കേൾക്കാലോ. പിന്നെന്ത് കഥ? ഞങ്ങൾ കുറച്ച് ദൂരമുണ്ട്. ഞാൻ കാസർഗോഡ് ടൗണിലാണ്. ഇപ്പിയാ കുറച്ച് അങ്ങോട്ട് പോണം, പരപ്പില്ല. പക്ഷെ ഞാൻ വന്നിന്, പണ്ട് ഞാൻ ക്യാമ്പിലെല്ലാം വന്നിന്. നല്ല സ്ഥലം. നീ കാസർഗോഡ് ടൗണിലേക്ക് വന്നിനാ? കാസർഗോഡ് ടൗണിൽ അങ്ങനെ വന്നിട്ടില്ല. ഓ, നിങ്ങൾ കാഞ്ഞങ്കാട്ടേക്കല്ലേ മണിക്കാനെല്ലാം പോലെ ഓണെല്ലാം വന്നാല്? അതെ. ഇടക്ക് കാസർഗോഡേക്കെല്ലാം വേട്ടാ. സിനിമ നോക്കാൻ പോയില്ലേ? പോകാറുണ്ട്. പരിപാടി ഒക്കെ ഉണ്ടോ? നോക്കാറുണ്ട്. അതെയാ? ഇതിൽ ആര്യേറ്റം പാങ്ങ് ഞാനായിരിക്കും പറഞ്ഞോ. എല്ലാരും പാങ്ങന്നെ. ആപണേ
ആവണേ ഈ നടക്കിങ്ങനെ കോലം കുത്തിയാണെങ്കിൽ ഞാൻ നിന്നിട്ട് നീ എന്റെ വീട്ടിൽ നോക്കിട്ട് പറഞ്ഞല്ലോ. അങ്ങനല്ല, ഒരാളെ പറയുമ്പോ അവർക്ക് സങ്കടാവില്ലേ? അങ്ങനെയൊന്നുമില്ല, അപ്പിക്ക് മനസ്സിലായില്ലല്ലോ, പിന്നെ നീ എന്ത് പറഞ്ഞാലും എന്തേ. പക്ഷെ എനിക്ക് മനസ്സിലാവൂല്ലോ. നല്ല ഒരു ഇഷ്ടം കൂടുതൽ എന്റെ അടുത്തില്ലേ? ഞാൻ ചോദിച്ചു മണിക്കെന്താ? അല്ല ഇല്ലേ? നിങ്ങൾക്കില്ലേ? ആ ഉണ്ട്. അപ്പൊ ചേച്ചി ഈ എപ്പിസോഡ് ഈ എനർജിയിൽ പോണം. വല്ലപ്പോഴും മാത്രമേ എന്റെ നാട്ടിൽ നിന്ന് ഒരു പട വരലുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ചേച്ചി ഈ പട ഞാൻ കൊളുത്തു. കറക്റ്റാണ്. ഈ സമയം തെയ്യം സമയമാണ്. ഞാൻ ഈ സമയത്ത് ആ ഭാഗത്ത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. എൻ്റെ കുറെ തറവാടും എൻ്റെ ഫാമിലി ഇതുണ്ട്. അപ്പോൾ ഉത്സവം സമയമാണ് ഇപ്പം അവിടെ. അയ്യോ, അപ്പം എല്ലാവർക്കും തെയ്യം കാണാൻ പറ്റിട്ട് എല്ലാവരും ഞങ്ങൾ നാട്ടിലേക്ക് വരിക, തെയ്യം എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഞങ്ങളെ കണ്ടെത്തിക്കളിയും ഉത്സവവും നമുക്ക് അങ്ങ് ഉത്സവ സീസൺ ആണ് ചേച്ചി നമുക്കത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊരു ഉത്സവ സീസൺ ആക്കി മാറ്റാം. അപ്പൊ നിങ്ങൾ എന്ന് സ്കിറ്റ് കണ്ട് ചിരിച്ചിട്ടല്ലോ അപ്പുറത്ത് പിറത്ത് നിൽക്കുന്ന പിന്നെ താച്ചിട്ടാണ് പായിക്കും ഉറപ്പ്. അപ്പൊ ചേച്ചി ഒരു അടിപൊളി സ്കിറ്റ് എന്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇവിടെ.